ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ അട്ടപ്പാടിയിലെ പരപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഭവാനിപ്പുഴയുടെ കാഴ്ചകൾ കണ്ട് നരസിമുക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരു പട്ടുനൂൽ പുഴു കൃഷി ചെയ്യുന്ന ഫാം കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ്. പട്ടുനൂൽ പുഴുവിന് കൊടുക്കാനുള്ള മൾബറി ചെടികളാണ് ഈ കാണുന്നത്. പട്ടുനൂൽ പുഴു കഴിക്കുന്ന ഏക ഒരു സാധനം ഈ മൾബറിയുടെ ഇലയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഷെഡിനകത്തേക്ക് കയറിയിട്ടുണ്ട്. സാധാരണയായി ഇത്തരത്തിലുള്ള ഫാമുകളിലേക്കൊന്നും ആളുകളെ കയറ്റാറില്ല. ഇത് ഞങ്ങളുടെ അറിയുന്ന ഒരാളായതുകൊണ്ട്, നമ്മുടെ സുഹൃത്തിന് ഇവിടെ സ്ഥലം കണ്ട്, അപ്പൊ പുള്ളി അറിയുന്ന ഒരാളായതുകൊണ്ട് ഞങ്ങളെ ആ ഒരു പരിചയത്തിന്റെ മുകളിലാണ് ഇതിനകത്തേക്ക് കയറിയിട്ടുള്ളത്. വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കൃഷി രീതിയാണ് ഈ പട്ടുനൂൽ പുഴു കൃഷി. ഇത് 29 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കണം ഈ ഷെഡിന്റെ ടെമ്പറേച്ചർ. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് പ്രാണികളോ മറ്റു പക്ഷികളോ ഒന്നും കയറാത്ത രീതിയിൽ അത്രയും നമ്മൾ കെയർ ചെയ്യണം. പിന്നെ 7 ദിവസം പ്രായമുള്ള പുഴുക്കളെയാണ് ഈ കർഷകർ കൊണ്ടുവരിക. അത് 4 ദിവസം ഫസ്റ്റ് സ്റ്റേജ് അവർക്ക് തീറ്റ കൊടുക്കണം. ഈ മൾബറി ഇലയുടെ തളിരിലകൾ രണ്ടോ മൂന്നോ ഉള്ള തളിരിലകളാണ് ഫസ്റ്റ് 4 ദിവസം ഇവർക്ക് കൊടുക്കേണ്ടത്. അതും ഒരു ദിവസത്തിൽ രാവിലെയും വൈകുന്നേരവും ആയിട്ട് 6 നേരം പുഴുക്കൾക്ക് തീറ്റ കൊടുക്കണം. അത് കഴിഞ്ഞ് ഈ 4 ദിവസം കഴിഞ്ഞാൽ ഈ പുഴുക്കൾ അതിന്റെ തൊലി ഉരിയും. ഈ തൊലി ഉരിയുന്ന സമയത്ത് ഭക്ഷണം ഒന്നും കൊടുക്കരുത്. പിന്നെ വരുന്നത് പുഴുക്കളുടെ സെക്കൻഡ് സ്റ്റേജ് ആണ്. ഈ സെക്കൻഡ് സ്റ്റേജും 4 ദിവസമാണ്. ഈ 4 ദിവസത്തില് 8 തവണകൾ, അതായത് 8 തവണ രാവിലെ വൈകുന്നേരമായിട്ട് 8 തവണകളായിട്ട് ഭക്ഷണം കൊടുക്കണം. അത് കുറച്ചുകൂടി കട്ടിയുള്ള ഇലകൾ കൊടുക്കാം. ഇനി വരുന്നത് മൂന്നാമത്തെ സ്റ്റേജ് ആണ്. ഈ മൂന്നാമത്തെ സ്റ്റേജിൽ ഏകദേശം 6 ദിവസമാണ് എടുക്കുക. ഈ 6 ദിവസം ഇതുകൾക്ക് മൾബറി ചെടിയുടെ ഫുള്ളായിട്ട് തണ്ടടക്കമുള്ള ചെടികളാണ് തീറ്റ കൊടുക്കൽ. 16 ദിവസം ആകുമ്പോഴേക്കും ഈ പുഴുക്കള് കൊക്കൂണാകാനുള്ള ഒരു സമയമായിട്ടുണ്ടാവും. ആ സമയത്താണ് ഈ ട്രേക്കുള്ളിലൊക്കെ നെറ്റ് വെച്ച് കൊടുക്കും. ഇനിയുള്ള 4 ദിവസം കൊണ്ട് ഈ പുഴുക്കള് നൂല് കൊണ്ട് നെയ്ത് നെയ്ത് ഒരു കൂട് പോലെ ഉണ്ടാക്കും. അത് ഒരു ഓവൽ ഷേപ്പിലായിരിക്കും. ഇതിനെയാണ് കൊക്കൂൺ എന്ന് പറയുന്നത്. 4 ദിവസം കൊണ്ട് ഏകദേശം ഈ പുഴുക്കൾ ഈ കൊക്കൂൺ ഉണ്ടാക്കി അതിന്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ 5-മത്തെ ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഈ നെറ്റ് ഒന്ന് മറിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് 6-മത്തെയോ 7-മത്തെയോ ദിവസം കൊക്കൂൺ എടുത്തിട്ട് അത് വിൽപ്പനക്കായിട്ട് കൊണ്ടുപോകും. 21 ദിവസം കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. അതായത് ഒരു പട്ടുനൂൽ പുഴുവിന്റെ മുഴുവനായിട്ടുള്ള ആയുസ്. 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ചൈനയിൽ ഈ കൃഷി ആരംഭിച്ചത്. പിന്നീട് അത് ക്രമേണ ഇന്ത്യയിലേക്ക് കൂടി വരികയായിരുന്നു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ പുഴു കൃഷി നടത്തുന്നത് തമിഴ്നാടും കർണാടകയിലുമാണ്. കേരളത്തിലും ഇപ്പോൾ പല കർഷകരും ഈ പട്ടുനൂൽ പുഴു കൃഷി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അട്ടപ്പാടിയുടെ മറ്റു ഭാഗങ്ങളിലെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.